സുഡാൻ്റെ തലസ്ഥാനമായ കാർത്തൂമിൽ സുഡാനീസ് സൈന്യം കണ്ട കാഴ്ചകൾ ആരെയും ഭയപ്പെടുത്തുന്നതാണ്. സുഡാനി സൈന്യം ഇവിടം തിരിച്ചു പിടിച്ചതിന് തൊട്ടു പിന്നാലെ അർദ്ധസൈനിക റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ഒരു താവളത്തിൽ നടത്തിയ സന്ദർശനത്തിലാണ് ഭയപ്പെടുത്തുന്ന കാഴ്ചകൾ കണ്ടത്. 500-ലധികം ആളുകളെ പീഡിപ്പിക്കുകയോ പട്ടിണിക്കിടുകയോ ചെയ്യുന്ന തരത്തിലും അല്ലാതെയുമുള്ള ക്രൂരമായ പീഡനങ്ങളും രഹസ്യ കുഴിമാടങ്ങളുമാണ് ഇവിടെ കാണാൻ സാധിച്ചത്. കൊടും ക്രൂരമായ ശിക്ഷാരീതികളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് എന്നാണ് ദി ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. വാതിലുകളിൽ തൂങ്ങിക്കിടക്കുന്ന കൈത്തണ്ടകൾ, ശിക്ഷാമുറികളെന്ന് തോന്നിക്കുന്ന മുറിയുടെ തറയിൽ രക്തക്കറകൾ എന്നിവ അവിടെ കാണാമായിരുന്നു. മാത്രമല്ല, തടങ്കൽ കേന്ദ്രത്തിൽ തടവിലാക്കപ്പെട്ട ആളുകളുടെ വിവരങ്ങളുമുണ്ടായിരുന്നു. അവരെ തടവുകാർ ആവർത്തിച്ച് പീഡിപ്പിച്ചതായും വിവരിക്കുന്നുണ്ട്. ഇതിന് സമീപത്തായി ഒരു വലിയ സ്ഥലത്ത് ശ്മശാനവും ഉണ്ടായിരുന്നു. അതിൽ പേരുകൾ രേഖപ്പെടുത്താത്ത 550 ശവക്കുഴികൾ ഉണ്ടായിരുന്നതായും അവയിൽ ഓരോന്നിനും ഒന്നിലധികം മൃതദേഹം ഉള്ളതായും പറയുന്നു. സുഡാനിൽ ആഭ്യന്തര യുദ്ധകാലത്ത് കണ്ടെത്തിയ ഏറ്റവും വലിയ താൽക്കാലിക ശ്മശാനമാണ് ഇത്. ഇവിടെ നിന്നും അതിജീവിച്ചവരെ പരിശോധിച്ച ഡോക്ടർമാർ പറഞ്ഞത് പലതരം പീഡനത്തിനൊപ്പം അവർ പട്ടിണിയിലും ആയിരുന്നു എന്നാണ്. 2 വർഷം മുൻപ് പോരാട്ടം ആരംഭിച്ചതിന് ശേഷം ഗാരി ഗ്രാമത്തിന് സമീപമുള്ള ഈ താവളം ഒരു പരിശീലന കേന്ദ്രമായി RSF ഏറ്റെടുത്തിരുന്നു. മാത്രമല്ല, യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ഇവിടെ ശവക്കുഴികളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ വ്യക്തമാണ്.